സുപ്രധാനമായ വിധി വരുന്നു. സുജയ പാർവതി, ഇലക്ടറൽ ബോണ്ടുകൾ അസാധുവാണ്, പോൾ ബോണ്ട് സ്കീംസ് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സുപ്രധാനമായ വിധിയാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചിന്റെ വിധിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ, വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ഭരണഘടനാ സാധുത പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഐകകണ്ഠേനയാണ് ഈ വിധിയിലേക്ക് വന്നിരിക്കുന്നത്. അതിലെത്തിയിരിക്കുന്ന കൺക്ലൂഷൻ ആർട്ടിക്കിൾ 19(1)A അതിന്റെ ലംഘനമാണ്, അതോടൊപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. ഈ രണ്ട് കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുകയാണ്. ഇലക്ടറൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ്. അത് 19(1)A, അതായത് സ്വകാര്യത അറിയാനുള്ള അവകാശം, ഇവയുടെ ലംഘനമാണ്, വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് കോടതി സ്ഥിരീകരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടുള്ള സുപ്രധാനമായ വിധി പ്രസ്താവത്തിലേക്ക് വരുന്നു. ഡോക്ടർ അരുൺ, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, പണം എവിടെ നിന്നാണ് വരുന്നത്, ആ പണം എവിടേക്കാണ് ഒഴുകുന്നത്? ആ ചോദ്യത്തിനുള്ള മറുപടി ഇല്ലാതെയുള്ള ഒളിച്ചുകളി ഇനി നടക്കില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കൊപ്പം ശ്യാം കൂടി ചേരുന്നുണ്ട്, നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് കൂടി ചേരുന്നുണ്ട്. ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നതറിയാനുള്ള അവകാശം പൗരന്റെ മൗലിക അവകാശമാണ്, ഒരു വോട്ടറുടെ വോട്ടവകാശമാണ് എന്നുള്ളതാണ്, മൗലികമായിട്ടുള്ള അവകാശമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിധി. ഇതിൽ സുതാര്യമായി ഈ തെരഞ്ഞെടുപ്പിലെ പണമൊഴുക്ക് സുതാര്യമാക്കാൻ വേണ്ടി, കള്ളപ്പണം തടയാൻ വേണ്ടി എന്ന നിലയ്ക്കാണ് 2017 ഫിനാൻസ് ആക്ടിനെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് 2018 കൊണ്ടുവരുന്നത്. എന്നാൽ സുതാര്യമാകുമെന്ന് കരുതി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടുകൾ അത് മൗലികാവകാശത്തിന്റെ ലംഘനമായി മാറുകയായിരുന്നു. അത് റൈറ്റ് ടു ഇൻഫർമേഷന്റെ ലംഘനമായി മാറുകയായിരുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ പറയുന്നത് പോലെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത്. അപ്പോൾ വിവരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ, എക്സ്പ്രഷൻ നടത്താൻ കഴിയൂ. അപ്പോൾ തുടർച്ചയായി RTI പ്രകാരം പാർട്ടിക്ക് ആരൊക്കെ പണം നൽകിയിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നത് വഴി പൗരന്റെ മൗലികാവകാശത്തെയാണ് ലംഘിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇപ്പോൾ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നമുക്കിപ്പം ശ്യാം കൂടി ചേരുന്നു, ലീഗൽ കറസ്പോണ്ടന്റ്. ശ്യാം, എത്രമാത്രം സുപ്രധാനമാണ് ഈ വിധി? കാരണം ഐകകണ്ഠമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ ലംഘനം, ഭരണഘടനയുടെ മൗലികാവകാശത്തിന്റെ ലംഘനം എന്ന നിലയ്ക്കാണ് ഈ വിധിയെ നമ്മളിപ്പോൾ കാണുന്നത്. ഏതു രീതിയിൽ പ്രസക്തമാണ് വിധി? അങ്ങേയറ്റം രാഷ്ട്രീയമായി കൂടി പ്രസക്തമാകുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. അല്പസമയം മുമ്പാണ് 5-അംഗ ബെഞ്ച് സുപ്രീം കോടതി വിധി പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ വിധി പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനം സുപ്രീം കോടതി പരിശോധിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1)A അനുസരിച്ചുള്ള അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണോ എന്ന കാര്യമാണ്. അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് എന്ന് 5-അംഗ ബെഞ്ച് 5 ജസ്റ്റിസുമാരും ഐക്യകണ്ഠേന വിധി പറഞ്ഞിരിക്കുന്നു. ഇത് 2 വിധിന്യായങ്ങളുണ്ട്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും ചീഫ് ജസ്റ്റിസിന്റെയും. രണ്ടുപേരും 2 കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നുവെങ്കിലും ഐക്യകണ്ഠേനയുള്ള വിധിയാണ്. വിധി എന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് ഈ വിധി. കള്ളപ്പണം നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് മാത്രമല്ല ഉപാധിയെന്ന് സുപ്രീം കോടതി പറയുന്നു. കള്ളപ്പണ നിയന്ത്രണത്തിന് വേണ്ടി അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. MR അഭിലാഷ്, എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കിയ വിധി? എന്തൊക്കെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടാവുക ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കുമ്പോൾ? സ്വതന്ത്രവും നീതിപൂർവകവുമായ ഇലക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ഘടനയുടെ തന്നെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നതിന്റെ വെളിച്ചത്തിൽ വേണം സുപ്രീം കോടതിയുടെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഇത്തരത്തിൽ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കുവാനുള്ള ഇടപെടലിനെ കാണേണ്ടതായിട്ടുള്ളത്.